പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ എവൻഗേലിയൻ ധ്യാന ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 8ാമത്തെ ഞായറാഴ്ചയുടെ സന്ധ്യാവായനകളും പ്രഭാത വായനയും വിശുദ്ധ കുർബാനയുടെ പഴയ നിയമ വായനകളും നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലേഖനങ്ങളിൽ നിന്നും വിശുദ്ധ കുർബാനയുടെ എവൻഗേലിയനിൽ നിന്നുമാണ്. നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഈ വചനം നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കത്തക്കവണ്ണം ഇടയാകട്ടെ. അനേകർക്ക് ഇത് ഷെയർ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന 8ാമത്തെ ഞായറാഴ്ച ശ്ലീഹ വായനകളായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നാണ്. 1 പത്രോസ് 2:6 മുതൽ 10 വരെ വാക്യങ്ങൾ. പൗലോസ് ശ്ലീഹ എഴുതിയ ലേഖനം എബ്രായർ ലേഖനമാണ്. 4-ാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ, 5-ാം അധ്യായത്തിൻ്റെ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിച്ച് കടന്നു പോകാമെന്ന് ആഗ്രഹിക്കുക. പത്രോസ് ശ്ലീഹ പറയുകയാണ്, ഇതാ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ലിനെ ഞാൻ സെഹിയോനിൽ സ്ഥാപിക്കുന്നു. അതിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുന്നവരായ നിങ്ങൾക്ക് ഈ മാന്യത ലഭിച്ചിരിക്കുന്നു. സിയോനിൽ കല്ലിട്ടിരിക്കുന്നു. അതിൽ വിശ്വസിക്കുന്നവനെ ലജ്ജിക്കേണ്ടി വരും. ആ കല്ല് യേശുക്രിസ്തുവാണ്. വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിനോളം മാന്യത ലഭിക്കുന്നു എന്നാണ് പത്രോസ് ശ്ലീഹ പറയുന്നത്. എന്നാൽ അനുസരിക്കാത്തവർക്കാകട്ടെ ഇത് ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമാകുന്നു. അവർ വചനത്തെ അനുസരിക്കാത്തതിനാൽ അതിൽ തട്ടി വീഴുന്നു. അതിനായിട്ട് അവർ നിയമിതരായി മരിക്കുന്നു. നിങ്ങളാകട്ടെ അന്ധകാരത്തിൽ നിന്ന് ശ്രേഷ്ഠമായ അവൻ്റെ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ മഹത്വങ്ങളെ അറിയിപ്പാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിതവർഗവും പരിശുദ്ധ ജനവും രക്ഷിക്കപ്പെട്ട കൂട്ടവുമാണ്. ദൈവവിളിയെക്കുറിച്ചാണ് പത്രോസ് ശ്ലീഹ പറയുന്നത്. രാജകീയ പുരോഹിതവർഗമാണ്, വിശുദ്ധ ജനമാണ്, രക്ഷിക്കപ്പെട്ട കൂട്ടവുമാണ്. അന്ധകാരത്തിൽ നിന്ന് ശ്രേഷ്ഠമായ യേശുക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ മഹത്വങ്ങളെ അറിയിപ്പാനായിട്ട്. ഇന്നലത്തെ വായനയിൽ നമ്മൾ കേട്ടു, വിളക്ക് കത്തിച്ച് പറയുടെ കീഴിലല്ല തണ്ടിന്മേൽ വയ്ക്കുവാൻ വിളിക്കപ്പെട്ടവർ. അങ്ങനെ ഈ കല്ലിനെ അടിസ്ഥാനമായിട്ട് ആ കല്ലിന് പണിയപ്പെടുന്ന വിശുദ്ധ സന്താനങ്ങളാണ് നമ്മളെന്ന് പത്രോസ് ശ്ലീഹ പറയുകയാണ്. മോശയെപ്പോലെ, യേശുക്രിസ്തുവിനെ പോലെ, ശിഷ്യന്മാരെ പോലെ നമ്മളെയും കർത്താവ് ഈ കാലഘട്ടത്തിൽ ഈ വിശുദ്ധ രഹസ്യം, ഈ മർമ്മങ്ങൾ വെളിപ്പെടുത്തി ദൈവജനത്തിന് കൊടുക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു ഭാഗ്യമാണെന്ന് പത്രോസ് ശ്ലീഹ പറയുന്നു. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ ദൈവവിളിക്ക് ഉത്തരം കൊടുക്കാം. പ്രേക്ഷിതരാകാൻ എന്നെയും തിരഞ്ഞെടുത്തതിനായി നന്ദി പറയുന്നു എന്ന് പറയാം. 2ാമത്തെ വായനയിൽ ദൈവപുത്രനും സ്വർഗാരോഹണം ചെയ്തവനുമായ യേശുമിശിഹായ മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് അവനെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കണമെന്ന് പൗലോസ് ശ്ലീഹ പറയുകയാണ്. ദൈവത്തിൻ്റെ പുത്രനും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത മഹാപുരോഹിതൻ എന്നേക്കും വേണ്ടി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന
പാപമൊഴികെ സകല കാര്യങ്ങളിലും മനുഷ്യനോട് കൂട്ടുചേർന്ന ആ സത്യദൈവപുത്രൻ യേശുക്രിസ്തു നമുക്കുള്ളതുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. പിതാവായ ദൈവത്തിലും പുത്രനായ യേശുക്രിസ്തുവിലും പരിശുദ്ധാത്മാവായ ദൈവത്തിലും ഉറച്ച് വിശ്വസിക്കണം. കാരണം നമ്മൾ ബലഹീനനും അവിടുന്ന് ബലവാനുമാണ്. പൗലോസിലെ പറയുന്നു, നമ്മുടെ ബലഹീനതയിൽ സഹതപിക്കാൻ കഴിയാത്ത മഹാപുരോഹിതനല്ല നമുക്കുള്ളത്, പിന്നെയോ പാപമൊഴികെയുള്ള സകലത്തിലും നമ്മെപ്പോലെ അവൻ പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ആപത്ത് കാലത്ത് പ്രയോജനപ്പെടുമാറുള്ള കരുണ പ്രാപിപ്പാനും കൃപ ലഭിപ്പാനുമായി ധൈര്യത്തോടെ നമുക്ക് അവൻ്റെ കൃപാസിംഹാസനത്തോടടുക്കാം. നാം ദൈവത്തെ പ്രതിയുള്ള പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും ദൈവത്തെ പ്രതിയുള്ള ഞെരുക്കങ്ങൾ അനുഭവിക്കുമ്പോഴും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ സഹനങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോഴും നമുക്ക് ധൈര്യമുണ്ട്. അവൻ്റെ കൃപാസിംഹാസനത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന്. നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വന്നാലും, നമ്മൾ അടികൊണ്ട് നമ്മുടെ മാംസം പറഞ്ഞു പോയാലും, നമ്മൾ ആക്ഷേപിക്കപ്പെട്ടാലും, ഉപേക്ഷിക്കപ്പെട്ടാലും, അവഗണിക്കപ്പെട്ടാലും, കൊല്ലപ്പെട്ടാലും, ദരിദ്രനായി കീറവസ്ത്രം ധരിക്കേണ്ടി വന്നാലും, പട്ടിണി കിടക്കേണ്ടി വന്നാലും, നമുക്ക് ഒരു വിശ്വാസവും ഒരു പ്രത്യാശയും അവൻ്റെ കൃപയുടെ സിംഹാസനത്തിൻ്റെ അടുക്കൽ കയറി ചെല്ലാമെന്ന് ഉള്ളതുകൊണ്ട്, പ്രിയമുള്ളവരെ, ആ ഒരു ധൈര്യത്തോടു കൂടി വേണം നമ്മൾ ജീവിക്കുവാനെന്ന് പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വലിയ ബഹുമാനമുണ്ട്. അത് വിളി കിട്ടിയവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അഹ്റോനെ പോലെ ദൈവം വിളിച്ചവർക്ക് മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. ഒപ്പം തന്നെ മിശിഹായും മഹാപുരോഹിതനാകുവാനായിട്ട് മഹിമയെ തന്നെത്താൻ സ്വീകരിക്കുകയല്ല ചെയ്തത്. നീ എൻ്റെ പുത്രനാണ്, ഞാൻ ഇന്നും നിന്നെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞവരിൽ നിന്ന് അവൻ മഹിമപ്പെടുകയാണ് ചെയ്തത്. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഒരുപാട് മനുഷ്യർ സ്വയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യേശുക്രിസ്തുവിനെ അങ്ങനെ സ്വയം ചെയ്തവനാണെന്ന് ഇന്ന് ചിത്രീകരിക്കാനും പലരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു തൻ്റെ പരസ്യജീവിതകാലത്തും എന്നും താൻ ദൈവത്തിൽ നിന്നാണ് വന്നത്, താൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല, താൻ പറയുന്ന ആശയങ്ങളും വാക്കുകളൊക്കെയും ദൈവത്തിൽ നിന്നാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള മഹത്വം സ്വീകരിച്ചുകൊണ്ടാണ് ലോകത്തോട് സംസാരിച്ചത്. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവം നമുക്ക് നൽകിയ അറിവുകൾ നമ്മൾ ഒരിക്കലും ദൈവത്തെ കൂടാതെ പൂർത്തീകരിക്കാമെന്ന് വിചാരിക്കരുത്. അത് നമുക്ക് ശുഭമാവുകയില്ല. പൗലോസ്ലീഹ അതുകൊണ്ട് വ്യക്തമായി പറയുകയാണ്, ഈ ദൈവിക ശുശ്രൂഷകളെല്ലാം വിളി കിട്ടിയവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൽ പരമമായ വിളി യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ ദൈവം വിളിച്ച് വേർതിരിപ്പിച്ചു. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞവരിൽ നിന്ന് മഹിമപ്പെടുകയാണ് ചെയ്തത് എന്ന് പറയും. ആ ഭാഗവും അവിടെ അവസാനിക്കുകയാണ്, വിടുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ എവൻഗേലിയോൻ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം
1 മുതൽ 10 വരെ വാക്യങ്ങളാണ്. അത് നമ്മൾ ഈ കേട്ട വചനങ്ങളുടെ എല്ലാം ഒരു പൂർത്തീകരണമാണ്. നമ്മൾ ഇന്നലെയും കേട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ കൂട്ടി വായിച്ചാൽ, ധ്യാനിച്ചാൽ നമ്മളെല്ലാം കർത്താവ് പ്രേക്ഷിതരായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. നമ്മളെല്ലാവരും വിളക്ക് കത്തിച്ച് പറയുടെ കീഴിലല്ല, തണ്ടിന്മേൽ വെക്കേണ്ടവരാണ്. നമ്മൾ ആ രാജകീയ പുരോഹിത വർഗ്ഗക്കാരാണ്. നമ്മൾ മോശയെപ്പോലെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അഹറോനെ പോലെ വിളിക്കപ്പെട്ടവരാണ്. പരിപൂർണനായ മശിഹായാണ് നമ്മളെ അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മശിഹായിലാണ് നമ്മൾ പിതാവായ ദൈവം വഴി മഹത്വീകരിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇവിടെ എല്ലാ കഴിഞ്ഞ 3-4 ഞായറാഴ്ചകളായിട്ട് നമ്മൾ വായിച്ച് ധ്യാനിച്ചു പോരുന്ന ഭാഗങ്ങളാണ് ഇവിടുത്തെ വായന, ഇന്നത്തെ വായന. ശിഷ്യന്മാർ പുരുഷാരത്തെ ഭക്ഷണത്തിനായി പറഞ്ഞു വിടണമെന്ന് പറയുകയും 3 ദിവസമായി പുരുഷാരം ആഹാരമില്ലാതെ അങ്ങയുടെ അടുക്കൽ ഇരിക്കുന്നു എന്ന് പറയുകയും എല്ലാവരെയും അപ്പം കൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ ഇവിടെ ഒന്നുമില്ല എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറയുകയും ചെയ്യുന്ന ഭാഗമാണ്. യേശു പറയുന്നത്, ഒന്ന്, ഈ ജനത്തെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു എന്നാണ്. അപ്പോൾ ഒരു പ്രേക്ഷിതനുണ്ടാകേണ്ട ആദ്യ ഘടകം മനുഷ്യനോട് മനസ്സലിവുണ്ടാകണം. മനുഷ്യൻ്റെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളെയും മനസ്സിലാക്കി മനുഷ്യനോട് ദയവുള്ളവരായിരിക്കാൻ പഠിക്കണം. പ്രേക്ഷിതൻ്റെ ഒന്നാമത്തെ ദൗത്യം അതാണ്. അവൻ ഭക്ഷിച്ചാലും വസ്ത്രമില്ലാതിരുന്നാലും ദാഹിച്ചിരുന്നാലും ഒക്കെ അവനോട് സ്നേഹത്തോടെ ഇടപെട്ട് അവൻ ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കണം. ഇവരുടെ സ്വന്തം ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ വഴിയിൽ അവർ തളർന്നു പോകും. അവർക്കെപ്പോഴും ഒരു കൂട്ടായ്മ വേണം, ഒരു ഹെൽപ്പ് വേണമെന്ന് യേശു പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാർ അവരുടെ നിസ്സഹായത പറയുകയാണ്. ഇവർ വഴിയിൽ തളർന്നു പോകുമെന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ അവരുടെ നിസ്സഹായത പറയുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധ്യമാകുന്ന ഒരു കാര്യമല്ല എന്ന് പറയുകയാണ്. ഒരു പ്രേക്ഷിതൻ ഒരിക്കലും ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ചിന്തിക്കാൻ പാടില്ല. ദൈവത്താലെല്ലാം സാധ്യമാകുമെന്നാണ് ചിന്തിക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർ ലേഖനം 4:19 അങ്ങനെ പറയുന്നത്, എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഇങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ദൈവവിളി സ്വീകരിച്ചവൻ ആകുലപ്പെടാൻ പാടില്ല, അസ്വസ്ഥനാകാൻ പാടില്ല. എല്ലാം കറക്റ്റ് സമയത്ത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പിതാവിൽ നിന്ന് സാധിച്ചു തരുമെന്നുള്ള വിശ്വാസം വേണം. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഈ ശിഷ്യന്മാരിവിടെ യേശുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നല്ല, ഒന്നും അവരുടെ ഭാഗത്ത് ഇല്ല എന്നൊരു ധാരണയിലാണ് അവർ നിൽക്കുന്നത്. യേശു അവരെ ധൈര്യപ്പെടുത്തുകയാണ്, അവരെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ പക്കൽ എന്തുണ്ടെന്നൊരു ചോദ്യമുണ്ട് യേശു. നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? 7 അപ്പമുണ്ടെന്നവർ അറിയിച്ചു. യേശു പുരുഷാരത്തോട് നിലത്ത് ഭക്ഷണത്തിരിപ്പാൻ കൽപ്പിച്ചിട്ട് ആ 7 അപ്പം എടുത്ത് വാഴ്ത്തി. അപ്പോൾ പ്രേക്ഷിതൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് എന്നുള്ളത് അവൻ പരിശോധിക്കണം. ആ ഉള്ളത് ദൈവകരങ്ങളിലേക്ക് കൊടുക്കണം.
യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. യേശുവേ, എനിക്ക് ഇന്നതാണുള്ളത്. നീ 1 ക്ലാസ് പഠിച്ചിട്ടുള്ളോ അതോ നീ പറഞ്ഞാൽ മതി? നീ 5 ക്ലാസ്സാണോ പഠിച്ചിരിക്കുന്നത് അത് പറഞ്ഞാൽ മതി. നീ ഡിഗ്രിക്കാരനാണോ അത് പറഞ്ഞോ. നിനക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം PG ഒക്കെ ഉണ്ടോ നീ പറഞ്ഞോ. പക്ഷെ 1-ാം ക്ലാസ്സുകാരനെയും വലിയ ഡിഗ്രിക്കാരനെയും ഒരേപോലെ കാണുന്ന ഒരു യേശു ക്രിസ്തുവാണ് നമ്മുടെ നാഥൻ, നമ്മുടെ രക്ഷകൻ, നമ്മുടെ ദൈവം. അവിടെ നിസ്സഹായാവസ്ഥ പറഞ്ഞ് മാറുകയല്ല. ഞങ്ങളുടെ കയ്യിൽ കർത്താവേ, എൻ്റെ കയ്യിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഇടവകയിൽ, എൻ്റെ സഭയിൽ ഇന്നതുണ്ട്. നീ ഇത് വളർത്തണം, നീ ഇതിനെ നയിക്കണം. എന്നെ നീയാണ് പ്രേക്ഷിതനായി വിളിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. ദൈവം നടത്തും. 4000 ആളുകൾ ഭക്ഷിച്ച് തൃപ്തരായി 7 വൻകുട്ടകൾ നിറച്ചെടുക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ ഞായറാഴ്ചത്തെ പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 8ാമത്തെ ഞായറാഴ്ചത്തെ നമ്മുടെ ഏവൻഗേലിയോൻ ധ്യാനം, നമ്മുടെ സന്ധ്യാവായന തുടങ്ങി പ്രഭാത വായന, പഴയ നിയമ വായന, സ്ലീഹാവായനകളെല്ലാം ഏവൻഗേലിയോൻ നമ്മളെ ഓർപ്പിച്ചത് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്നാണ്. നമ്മൾ പ്രേക്ഷിതരാകണം. പ്രിയമുള്ളവരെ, മാരാനാഥ ധ്യാന കേന്ദ്രത്തിൽ പ്രേക്ഷിത പരിശീലന ധ്യാനം നടത്താറുണ്ട്. നിങ്ങൾക്ക് പ്രേക്ഷിതരാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളെ ദൈവം വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും. ഇവിടുത്തെ ധ്യാനത്തിൽ പങ്കുചേരുവാൻ ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ബലഹീനമായ ഞാനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക. താഴെ എഴുതി കാണിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങളെ തീർച്ചയായും ദൈവം തൻ്റെ വിശുദ്ധ ജനവും രാജകീയ പുരോഹിത വർഗവുമായി ഉയർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. പത്രോസ്ലീഹ പറഞ്ഞതുപോലെ, മുമ്പോ നിങ്ങൾ കരുണ ലഭിക്കാത്തവരായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ അവിടുത്തെ കരുണ പ്രാപിക്കുകയും അവിടുത്തെ വിളി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ മഹത്വമുള്ള വിളി കുറഞ്ഞ വിളിയല്ല. വിശുദ്ധ ജനവും രാജകീയ പുരോഹിത വർഗവും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ തക്കവണ്ണം അവിടുത്തെ പ്രകാശത്തെ വിളംബരം ചെയ്യാൻ വിളിക്കപ്പെട്ട ആ വലിയ ഇടയൻ്റെ അനുയായികളാണ് നമ്മൾ. ആ വലിയ ഇടയൻ്റെ, ആ വിശുദ്ധൻ്റെ സാക്ഷികളാണ് നമ്മളെന്ന തിരിച്ചറിവോടുകൂടി പ്രേക്ഷിത പരിശീലന ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ. ഈ ശുശ്രൂഷയിൽ ഈ സമയം വരെ പങ്കുചേർന്ന നിങ്ങളെല്ലാവരെയും ദൈവം 100 ഇരട്ടിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ ശുശ്രൂഷകൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ കൂട്ടായ്മയെ വളർത്തണമേ, സഭയെ വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.